ഒരു ബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മാജിക് സർക്കിളിൽ നിന്നാണ്. ഞാനിവിടെ ആക്രിലിക് യാണാണ് എടുത്തിരിക്കുന്നത്. അതൊരു യെല്ലോ കളറായിരുന്നു. വൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമേ. അങ്ങനെ മാജിക് സർക്കിളിൽ ഒരു ചെയിൻ കൊടുത്തു. ഇനി ഒരു ചെയിനും കൂടി കൊടുക്കണം കേട്ടോ. അങ്ങനെ 2 ചെയിനാണ് അതിൽ വേണ്ടത്. അതിനുശേഷം ഈ മാജിക് സർക്കിളിലോട്ട് നമ്മൾ 12 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ഞാൻ കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇനി ഇതുപോലെ 11 ഡബിൾ ക്രോഷ്യ ഇതിനകത്തോട്ട് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് വരാം. അങ്ങനെ 12 ഡബിൾ ക്രോഷ്യയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ യാൺ വലിച്ച് ആ മാജിക് സർക്കിളിനെ ഒന്ന് ചെറുതാക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയില്ലേ അതിൻ്റെ മേളിലോട്ട് ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് യാണിനെ ഒന്ന് പിടിച്ച് വലിച്ചൊന്ന് ടൈറ്റ് ആക്കി വെക്കണേ. തീരെ ലൂസായി പോകാൻ പാടില്ല കേട്ടോ. അങ്ങനെ നമ്മളിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി. നമുക്കൊരു ഡിസ്ക് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് റൗണ്ടിലോട്ട് പോവുകയാണ്. ഓരോ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ 2 ചെയിൻ കൊടുക്കും ആദ്യം കേട്ടോ. അപ്പോൾ ഇവിടെയും നമ്മൾ ആദ്യം 2 ചെയിൻ കൊടുക്കുവാണ് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. 2 ചെയിൻ കൊടുത്തതിന് ശേഷം ഇപ്പോൾ ചെയ്ത അതേ ലൂപ്പിൽ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ കൂടെ കൊടുക്കുവാണ്. സെക്കൻഡ് റൗണ്ടിൽ ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് വരുന്നത്. അതായത് ഓരോ സ്റ്റിച്ചിലും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. അങ്ങനെ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ മേളിലുള്ള ചെയിനിലോട്ട് അതിനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമുക്കിത് ചെയ്തിട്ട് വരാം. ഇപ്പോൾ എൻ്റെ ലാസ്റ്റത്തെ ഡബിൾ ക്രോഷ്യയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ തേർഡ് റൗണ്ടിലോട്ട് കിടക്കുവാണ്. അപ്പോൾ ഓരോ റൗണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 ചെയിൻ കൊടുക്കണം. ഇതിൽ നമ്മൾ ഫസ്റ്റ് 2 ചെയിൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു ഡബിൾ ക്രോഷ്യ അതേ ലൂപ്പിൽ നമ്മൾ ചെയ്ത് കൊടുക്കുവാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ ആദ്യത്തേൽ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്താൽ രണ്ടാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ കൊടുക്കണം. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മളിങ്ങനെ 1 2 1 2 എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഫസ്റ്റ് ഒരു ഡബിൾ ക്രോഷ്യ, അടുത്തതിൽ 2 ഡബിൾ ക്രോഷ്യ, അങ്ങനെ ഒരു പാറ്റേണിലാണ് ഇത് പോകുന്നത്. മൊത്തം 24 സ്റ്റിച്ച് ഉണ്ടായിരിക്കും സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. ഓരോ സ്റ്റിച്ചിൻ്റെ മേളിലും ഇതുപോലെ നമ്മൾ ചെയ്തു പോകണം. മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് ഇവിടുത്തെ ഈ ഒരു തേർഡ് റൗണ്ടും കൂടി കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ തേർഡ് റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ഞാൻ ഫോർത്ത് റൗണ്ടിന് വേണ്ടി 2 ചെയിനും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു റൗണ്ടിൽ ചെയ്യാനുള്ളത് 1 1 2 അങ്ങനെയുള്ളൊരു പാറ്റേൺ ആണ്. ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ, അങ്ങനെ 1 1 2 എന്നുള്ള പാറ്റേണിൽ നമ്മളിത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. ഇത് മിസ്സാവാതിരിക്കാനായിട്ട് കൗണ്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെ ഞാനിതിവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുവാണ്. എൻ്റെ ഫോർത്ത് റൗണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇത് കഴിഞ്ഞ് ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഒരു ബേസ് തീരും. അങ്ങനെ അവസാനത്തെ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള യാണിനെ കുറച്ച് നീളത്തിലായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് യാൺ വലിച്ചെടുത്ത് അവിടെ ഒന്ന് സെക്യൂർ ആക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ബേസ് പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കളർ ചേഞ്ച് ചെയ്യണം കേട്ടോ. ഞാനൊരു ഗ്രീൻ യാൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലൊരു സ്ലിപ്പ് നോട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എവിടെയാണോ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തത് അവിടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഗ്രീൻ യാണിനെ അതിലൂടെ വലിച്ചെടുത്തു. ഇനി നമുക്ക് ഈ ഗ്രീൻ യാണിൽ 5 ചെയിൻ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചെയിൻ കൊടുക്കുവാണ് 1 2 3 4 and 5. എന്നിട്ട് അവിടെ തന്നെ നമ്മളൊരു ഡബിൾ ക്രോഷ്യ കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഡബിൾ ക്രോഷ്യ അതേ സ്ഥലത്ത് തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ കൊടുക്കുവാണ്. ഇനി ഈ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെയ്യാനുള്ളത് നമ്മുടെ 2 സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യണം. നമ്മൾ 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തെ സ്റ്റിച്ചിൽ വീണ്ടും നമ്മളൊരു ഡബിൾ ക്രോഷ്യ കൊടുക്കണം. അപ്പം മൂന്നാമത്തെ സ്റ്റിച്ചിൽ വീണ്ടും നമ്മളൊരു ഡബിൾ ക്രോഷ്യ കൊടുക്കുന്നു. ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് 2 ചെയിൻസ് കൊടുക്കണം. 2 ചെയിനും കൂടെ കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ സെയിം സ്ഥലത്ത് തന്നെ ചെയ്യണം. അപ്പോൾ ആദ്യത്തിൽ നമ്മൾ 5 ചെയിൻ കൊടുത്തു, ഒരു ഡബിൾ ക്രോഷ്യ കൊടുത്തു, പിന്നെ 2 ചെയിൻ സ്കിപ്പ് ചെയ്തു, എന്നിട്ടൊരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ, വീണ്ടും 2 ചെയിൻ സ്കിപ്പ് ചെയ്യണം. മൂന്നാമത്തെ ചെയിനിൽ ഡബിൾ ക്രോഷ്യ, 2 ചെയിൻസ് ഡബിൾ ക്രോഷ്യ, അങ്ങനെ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ഈ റൗണ്ടും കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ ചെയ്ത 5 ചെയിനില്ലേ അതിൽ തേർഡ് ചെയിനിൽ താഴ്ന്ന് മേളിലോട്ട് കൗണ്ട് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ചെയിനിലോട്ട് ഈ ഒരു യാണിനെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അവിടെ അങ്ങ് സെക്യൂർ ആക്കി വെക്കണം. അപ്പോൾ
അപ്പം നമ്മുടെ ഈ ഗ്രീൻ പാർട്ടും കംപ്ലീറ്റ് ആവുകയാണ്. ഇനി വേണമെങ്കിൽ നമുക്കൊരു ചെയിൻ കൂടെ കൊടുത്ത് യാണിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് വലിച്ചെടുക്കാം കേട്ടോ. ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ അരികൊക്കെ ഒന്ന് അകത്തോട്ട് വളഞ്ഞിരിക്കുന്ന പോലെ തോന്നും, അത് കുഴപ്പമില്ല. ഇനി നമ്മുടെ അവസാനത്തെ റൗണ്ടാണ്. അതിന് ഞാൻ റെഡ് യാണാണ് എടുക്കുന്നത്. നമ്മൾ എവിടെയാണോ ഗ്രീൻ യാൺ സ്റ്റോപ്പ് ചെയ്തത് അതേ സ്ഥലത്ത് നേരത്തെ ഗ്രീൻ യാൺ അറ്റാച്ച് ചെയ്ത പോലെ തന്നെ സ്ലിപ്പ് നോട്ടോടുകൂടി അതിനെ അവിടെ അറ്റാച്ച് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു ചെയിൻ കൊടുത്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഈ സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ നമ്മളൊരു 2 ചെയിൻ കൂടെ കൊടുക്കണം. 2 ചെയിൻ ഇട്ടതിന് ശേഷം നമ്മൾ അടുത്ത് വരുന്ന ഒരു വി ഷേപ്പിലെ അവിടോട്ട് ഒരു ഡബിൾ ക്രോഷ്യ അല്ല, അവിടെ നമ്മൾ 5 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സ്പേസിൽ നമ്മൾ 5 ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ എൻ്റെ 3ാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് 4, 5 അങ്ങനെ 5 ഡബിൾ ക്രോഷ്യയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഹുക്കിനെ നമ്മൾ പതിയെ ഇളക്കിയെടുക്കണം. അപ്പോൾ ആ യാണൊന്ന് ഊരിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഈ റോയിലെ ആദ്യത്തെ ഡബിൾ ക്രോഷ്യയുടെ മേളിലുള്ള ചെയിനിലോട്ട് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ യാണിനെ അങ്ങോട്ടേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. ഈ ഒരു സ്റ്റെപ്പിലാണ് നമുക്കൊരു ഫ്ലവറിൻ്റെ പാറ്റേൺ കിട്ടുന്നത്. ഇവിടെ ആ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 2 ചെയിൻ കൂടി കൊടുക്കുക. 2 ചെയിൻ കൊടുത്തിട്ട് തൊട്ടടുത്തുള്ള സ്പേസിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ കൂടെ ചെയ്യണം. 2 ചെയിൻ കഴിഞ്ഞു. ഇനി അടുത്ത സ്പേസ് വരുന്നത് തൊട്ടടുത്ത് തന്നെയുണ്ട്. ഈ സ്പേസ് കണ്ടോ, ഇവിടെയാണ് നമ്മൾ ഈ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ വീണ്ടും 2 ചെയിൻ കൊടുക്കണം. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ഈ റൗണ്ടിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ 2 ചെയിൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത വി സ്പേസ് എവിടെയാണെന്ന് നോക്കുക. എന്നിട്ട് അവിടോട്ട് 5 ഡബിൾ ക്രോഷ്യ കൊടുക്കുക. 5 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ക്രോഷ്യ ഹുക്കിനെ മാറ്റി ഫസ്റ്റത്തെ സ്റ്റിച്ചിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. ഈ ഒരു രീതിയിൽ റൗണ്ട് ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവേ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് റൗണ്ട്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആവും. അങ്ങനെ ലാസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു, ബാക്കിയുള്ള യാണിനെ കട്ട് ചെയ്തു. കഴിഞ്ഞിട്ടില്ല. ഇനി ബാക്ക് സൈഡിൽ നീണ്ടു കിടക്കുന്ന യാണിലെ അതിനെയൊക്കെ ഒന്ന് കൂട്ടി കെട്ടിയിട്ട് ബാക്കിയുള്ളതിനെയൊക്കെ കട്ട് ചെയ്ത് അവിടേക്ക് ഒന്ന് നീറ്റാക്കി നമുക്ക് വേണമെങ്കിൽ നീഡിൽ ഉപയോഗിച്ച് ഈ ബാക്കി വന്ന യാണിനെ ഹൈഡ് ചെയ്ത് വെക്കാനും പറ്റുമേ. അപ്പോൾ അത് അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഞാൻ 2 എണ്ണം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിനെ നമുക്ക് ബൊക്കെ ആക്കാനായിട്ട് നല്ല വശം പുറത്ത് വരുന്ന രീതിയിൽ പകുതിയായിട്ട് മടക്കി എന്നിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് ചുരുട്ടി എടുക്കുമ്പോഴേക്കും നമ്മുടെ ബൊക്കെ റെഡിയായി. ഒരു കുഞ്ഞു ബൊക്കെയാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്കതിനെ വേണമെങ്കിൽ ഒരു യാൺ വെച്ചൊന്ന് കെട്ടി അതിൻ്റെ ഒരു ബോയൊക്കെ വെച്ച് കൊടുത്താൽ നമ്മുടെ കുഞ്ഞു ബൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൊക്കെ മാത്രമല്ല, നമുക്കിതിനൊരു കോസ്റ്ററായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് വേണമെങ്കിൽ ഇത് കൊടുക്കാവേ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.